അമേരിക്കയിലെ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയോടെ ലോകം. ഇന്ത്യൻ സമയം രാത്രി 12:30 അലാസ്കയിലെ ആംഗ്രേജിലെ നിർണായക കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലേക്ക് പുറപ്പെട്ടു. അലാസ്കയിലെ ആംഗ്രേജിൽ നിന്ന് 24 പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഏറ്റവും സുപ്രധാനമായൊരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. അലാസ്കയിൽ ലോകം കണ്ടുനട്ട് കാത്തിരിക്കുകയാണ്. അവിടെ ട്രംപും പുടിനും എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു? റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അതൊരു തീരുമാനമുണ്ടാകുമോ? സമാധാനം അടുത്ത് തന്നെ എത്തിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ എന്താണ് അലാസ്കയിൽ നിന്നും? ദശാബ്ദങ്ങളായി ആഴത്തിൽ സൗഹൃദം വെച്ച് പുലർത്തുന്ന രണ്ട് വ്യക്തികളാണ് ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും. 7 പ്രാവശ്യമാണ് ഇതിനു മുമ്പ് അവർ പരസ്പരം കണ്ടുമുട്ടിയത്. അതേസമയം ട്രംപ് അധികാരത്തിൽ വന്നത് യുക്രൈൻ യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് 6 പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള ഫോൺ കോളുകൾക്ക് ഒക്കെ ഒടുവിൽ ഈ കാര്യങ്ങളൊന്നും കരക്കെത്തിക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടി ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വളരെ ഒരു അഭിമാന പ്രശ്നം കൂടി. എന്നാൽ പുടിൻ വെറും കൈയോടെ അല്ല റഷ്യയിൽ നിന്ന് അലാസ്കയിലേക്ക് തിരിച്ചിരിക്കുന്നത്. പുടിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റ് തന്നെയുണ്ട്. പ്രത്യേകിച്ച് യുക്രൈന്റെ മേലിലുള്ള ആധിപത്യം, പാശ്ചാത്യ സൈനികരെ അവിടെ നിന്ന് മാറ്റുക, ഇങ്ങനെയുള്ള ഒരുപിടി ലിസ്റ്റുമായിട്ടാണ് വരുന്നത്. തന്നെയുമല്ല, അമേരിക്കൻ മണ്ണിൽ പുടിൻ എത്തുന്നതോടുകൂടി അമേരിക്ക ഏർപ്പെടുത്തിയ ചില ഉപരോധങ്ങളിൽ അയവ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് പുടിൻ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ ഇടയിലേക്ക് പുടിൻ വീണ്ടും വരാനുള്ള ഒരു എൻട്രി കൂടിയാണ് ഈ അലാസ്കയിലേക്ക് എൻട്രി ചെയ്യുന്നതോടുകൂടി പുടിന് സാധ്യമാക്കുക. ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിൽ നിന്ന് തിരിക്കും മുമ്പ് ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. അദ്ദേഹം പുടിന്റെ വളരെ വിശ്വസ്തനാണ്. അദ്ദേഹം ആയിട്ടുള്ള സംസാരം നല്ല രീതിയിൽ പോയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അത് എന്തുമാത്രം ഈ വിലപേശൽ ചർച്ചയിൽ ബാധിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ട് നേതാക്കളും ഭരണാധിപന്മാർക്ക് ഉപരിയായിട്ട് നല്ല ഡീൽ മേക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ വിലപേശലായിരിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നറിയാനാണ് ലോകം കാത്തിരിക്കുന്നത്. ഈ ചർച്ച നല്ല രീതിയിൽ പോയില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ പോകുന്ന ഒരു ചർച്ചയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നാൽ നല്ല രീതിയിലാണ് ഈ ചർച്ച പോകുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ സെലൻസ്കിയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ത്രികക്ഷി ചർച്ച ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ നമ്മളിപ്പോ വൈറ്റ് ഹൗസ് മീഡിയ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള US സൈനിക കേന്ദ്രത്തിൽ വെച്ച് അതീവ സുരക്ഷയോടുകൂടി അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി നടക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഈ രണ്ട് നേതാക്കൾ തമ്മിൽ. ആർക്കും അവിടെ പ്രവേശനമില്ല, അവരുടെ പരിഭാഷകർക്കും മാത്രമാണ് പ്രവേശനം. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ഒക്കെ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ഉണ്ടെങ്കിലും ചർച്ചയുടെ ഭാഗമാകില്ല. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണാനായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അവിടെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മധു കൊട്ടാരക്കരയാണ് അലാസ്കയിലെ ആംഗ്രേജിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്.